എനിക്ക് പിന്നിൽ കിടക്കുന്ന ഈ വാഹനങ്ങൾ ഇങ്ങനെ കാട് കയറി കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം പിന്നിടുന്നു. ഇതിനൊക്കെ ആരോടാണ്, അല്ലെങ്കിൽ ഈ സർക്കാർ വ്യവസായ സൗഹൃദ കേരളത്തിൽ ഈ സർക്കാർ ആരോടാണ് ഇത്തരത്തിൽ പ്രതികാരം ചെയ്തത്? ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തെ RTO ഇദ്ദേഹത്തോട് കടുത്ത രീതിയിലുള്ള നടപടികൾ കാണിക്കുന്നത്. നമസ്കാരം. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടും അതോടൊപ്പം തന്നെ ഗതാഗത വകുപ്പിനും RTOയ്ക്കും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാനൊരു വലിയ നിര കാണിക്കുകയാണ്. എനിക്ക് പിന്നിൽ കിടക്കുന്ന ഈ വാഹനങ്ങൾ ഇങ്ങനെ കാട് കയറി കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം പിന്നിടുന്നു. വ്യവസായ സൗഹൃദ കേരളം എന്നൊക്കെ വലിയ രീതിയിൽ ഘോഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇത് കാണേണ്ടത്. കാരണം വാഹനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട്, വാഹനങ്ങളോടുള്ള പ്രേമം കൊണ്ട് ഒരു മനുഷ്യൻ നിറയെ വാഹനങ്ങൾ അവൻ്റെ സ്വപ്നം എന്നോണം വാങ്ങിക്കുന്നു. പക്ഷേ ആ വാഹനങ്ങളൊന്നും തന്നെ ഇപ്പോഴും നിരത്തിലിറങ്ങാൻ കഴിയാതെ ഈ കാടുമൂടിയ അവസ്ഥയിലായിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വാഹനങ്ങളൊക്കെ തന്നെ ഈ പ്രദേശത്തെ പക്ഷി മൃഗാദികൾക്കൊക്കെ താമസിക്കാനുള്ളൊരു ഇക്കോ സിസ്റ്റം തന്നെയായി പ്രവർത്തിക്കുകയാണ്. കാരണം ഇതിനുള്ളിൽ ഞങ്ങൾ വരുമ്പോൾ നിറയെ പാമ്പും പഴുതാരയും കിളികളും പട്ടിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഒത്തിരി സങ്കടത്തോടു കൂടി ഞാൻ ഈ വാർത്തകൾ പങ്കുവയ്ക്കുകയാണ്. ഇത് അനന്തപുരി എന്ന് പറയുന്ന ഒരു ഈ ബസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വ്യവസായ സംരംഭകൻ്റെ അനന്തപുരി അനൂപ് ചന്ദ്രൻ എന്നാണ് ആ വ്യക്തിയുടെ പേര്. അദ്ദേഹം അങ്ങേയറ്റം മനസ്സ് വിഷമിച്ചുകൊണ്ട്, മനസ്സുരുകിക്കൊണ്ട് ഞങ്ങളോട് ചിലത് പങ്കുവച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തെ RTO ഇദ്ദേഹത്തോട് കടുത്ത രീതിയിലുള്ള നടപടികൾ കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ബസ്സുകൾ ഇപ്പോഴും നിരത്തിലിറങ്ങാൻ കഴിയാതെ ഇവിടെ ഇങ്ങനെ കിടന്ന് തുരുമ്പിക്കുന്നത്? ഒട്ടും സുഖമില്ലാതെ കിടക്കുന്നൊരവസ്ഥ. ഈ അവസ്ഥയൊന്നും ഒരിക്കലും ഒരു RTOയ്ക്ക്, ഒരു സാധാരണക്കാരൻ്റെ വിഷമം എന്താണെന്ന്, ഇതുപോലെ വെറും 10ാം ക്ലാസ്സും IT അല്ലെങ്കിൽ പോളിടെക്നിക്ക് ഡിപ്ലോമയും കൊണ്ട് വേജ സർട്ടിഫിക്കറ്റും കൊണ്ട് ജോലി വാങ്ങിച്ച ആറ്റിങ്ങൽ RTOയ്ക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവരിവിടെ ജോലിക്കിരിക്കുന്നത് തന്നെ പൈസ കൊടുത്ത്, പേയ്മെൻറ്റ് സീറ്റുകൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് ഈ RTO ഇവിടെ വന്നിരിക്കുന്നത്. ഈ RTO ജോലി കയറിയിട്ടുള്ളത് തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ആറ്റിങ്ങൽ RTO ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഇവർ ബോർഡ് മീറ്റിങ്ങിൽ, ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ആട്ടോക്കാരനെ മുതൽ ബസ്സുകാരനെ വരെ പിടിച്ച് യൂണിഫോം ഇല്ലാത്തതിൻ്റെ പേരിൽ ഫൈൻ അടിക്കുന്ന MVD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ RTO ഇവിടെ യൂണിഫോം ഇല്ലാതെ കല്യാണത്തിന് പോകുമ്പോഴാണ് വരുന്നത്. ഇവിടെ കിടക്കുന്ന ഓരോ ബസ്സുകൾക്കും അല്ലെങ്കിൽ ഓരോ വാഹനങ്ങൾക്കും ഓരോ കഥകളാണ് പറയാനുള്ളത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു വാഹനത്തിന് മുമ്പിലാണ്. ഇത് 2008 അനൂപ് ചന്ദ്രൻ ഈ ഒരു വാഹനം നിരത്തിലിറങ്ങാനുള്ള ഒരു അനുമതിയോട് കൂടി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത്. ഇത് ഒരു നാട്ടിലെ ഒരു ജനതയ്ക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് യാത്രാ സൗകര്യം തീരെ ഇല്ലാതിരുന്ന ഒരു നാട്ടിലേക്ക് ആശ്വാസകരമായി അദ്ദേഹം ഇറക്കിയ ഒരു വാഹനമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് ഈ വാഹനം നിരത്തിലിറങ്ങാനുള്ള അനുമതി നൽകാതെ, അല്ലെങ്കിൽ അതിൻ്റെ പെർമിറ്റ് നൽകാതെ DTC ജോഷിയും അതോടൊപ്പം തന്നെ RTO ബിജു എന്ന് പറയുന്ന 2 വ്യക്തികളാണ് ഇദ്ദേഹത്തെ വലിയ രീതിയിലുള്ള കടുംപിടുത്തം കാണിച്ചുകൊണ്ട് ഈ ബസ് ഇപ്പോൾ ഈ കാട് കയറിയ അവസ്ഥയിലാക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ 21,000 രൂപയാണ് ഈ നിർത്തിയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ കാട് മൂടിക്കിടക്കുന്ന ഈ വാഹനത്തിന് പിന്നിൽ ഇപ്പോൾ ടാക്സ് ഈടാക്കിയിരിക്കുന്നത്. മറ്റൊരു സങ്കടകരമായ അവസ്ഥ എന്ന് വെച്ചാൽ ഈ ബസ്സിൻ്റെ പേരിലുള്ള പെർമിറ്റ്, ആ പെർമിറ്റിൻ്റെ പേരിലാണ് ഇപ്പോൾ അതേ റൂട്ടിൽ KSRTC ഓടുന്നത്. അതായത് KSRTC സർവീസ് നടത്തുമ്പോഴും ഉച്ചവരെ, ഏകദേശം ഉച്ചവരെയും അല്ലെങ്കിൽ ഒരു പകുതി സമയങ്ങളിൽ മാത്രം സർവീസ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുടക്കിക്കൊണ്ടൊക്കെയാണ്, അവർക്ക് തോന്നുന്ന രീതിയിലാണ് അവർ സർവീസ് നടത്തുന്നത്. ഇതൊക്കെയാണോ ഇവിടെ നടക്കേണ്ടത്? അല്ലെങ്കിൽ ഇതാണോ ഈ ഒരു വ്യവസായ സൗഹൃദ സംരംഭത്തിന് താങ്ങി നൽകേണ്ട സർക്കാർ ചെയ്യേണ്ടത്? ഇത് അനൂപ് ചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു വാഹനമാണ്. ഈ വാഹനം ഏകദേശം 2 വർഷത്തോളമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അതായത് ഇത് കല്ലറ കിളിമാനൂർ റൂട്ടിലേക്ക് ഇദ്ദേഹം എക്സ്റ്റൻഷൻ ചോദിക്കുമ്പോൾ അവർ ഈ എക്സ്റ്റൻഷൻ തടഞ്ഞു വെക്കുകയും അതോടൊപ്പം തന്നെ ഈ വണ്ടി പിന്നീട് പെർമിഷൻ ഇല്ലാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്തു. ഇതിന് പകരം മറ്റു നിരവധി വാഹനങ്ങൾക്ക് ഈ റൂട്ടിലേക്ക് ഓടാനുള്ള സാങ്ഷൻ ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം ഈ വാഹനം ഇങ്ങനെ കാട് കയറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എങ്കിൽ ഈ കാട് കയറി കിടക്കുന്ന വാഹനത്തിന് ഇപ്പോഴും ഇദ്ദേഹം ടാക്സ് അടയ്ക്കുന്നു. ടാക്സ് അടയ്ക്കാതിരുന്ന സാഹചര്യത്തിൽ ഈ വണ്ടി വീണ്ടും റിക്കവറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് നടപടികളാണ് സർക്കാരെ? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നാണം തോന്നുന്നു. നമ്മുടെ നാട്ടിലെ ഈ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ കുറച്ച് ഇടവഴികളിലും ഒക്കെ തന്നെ പല പല ആളുകളാണ് ബസ് സൗകര്യമില്ലാതെ ട്രിവാൻഡ്രത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങൾ കൊടുക്കാൻ ഇവിടുത്തെ ഗതാഗത വകുപ്പിന് ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇത്രയും വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ ചുമ്മാതെ വാരി ഇട്ടിരിക്കുന്നത്. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? എന്തിനാണ് സർക്കാർ ഇവിടെ
എന്നിട്ട് വ്യവസായ സൗഹൃദ സംരംഭം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ വരുന്നത്? നാണമില്ലേ? ഏതായാലും ഈ ഒരു വാഹനവും സർക്കാരിലേക്ക് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ സർക്കാർ തന്നെ ഏറ്റെടുത്ത് കഴിയുമ്പോഴത്തേക്കാകുമോ നിങ്ങളുടെ ഈ ഒരു വ്യവസായ സൗഹൃദ സംരംഭം എന്ന് പറയുന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്? നിങ്ങൾ എത്ര സ്വപ്നങ്ങൾ കാണുമ്പോഴും ഈ സ്വപ്നങ്ങൾക്ക് പിന്നിൽ ഒരു വലിയ മനുഷ്യന്റെ അധ്വാനമുണ്ട്, അവന്റെ സാമ്പത്തികമുണ്ട്, അല്ലെങ്കിൽ അവന്റെ എഫേർട്ടുണ്ട്. അതൊന്നും കാണാതെ ഒരു മനുഷ്യന്റെ അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എറണാകുളത്തെ STATയുടെ ഗ്രാൻഡ് ആൻഡ് ഇഷ്യൂ ഓർഡർ പ്രകാരം നമ്മുടെ നിരത്തിലിറക്കാൻ 100% പെർമിഷനുള്ള ഒരു വാഹനമാണ്. പക്ഷേ ഈ വാഹനം പോലും നിരത്തിലിറക്കാൻ പറ്റുന്നില്ല. ആരാണെന്നറിയോ ഇതിൻ്റെ പിന്നിൽ? ഇതും നമ്മുടെ ഈ ഒരു ആറ്റിങ്ങലിലെ RTO ആയിട്ടുള്ള ബിജു, അതോടൊപ്പം തന്നെ ജോഷി, മനോജ്, ഇവർ 3 പേരും തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ കളക്ടർക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ഒക്കെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കും ഒക്കെ മുകളിലാണോ നമ്മുടെ ഈ RTO? അല്ലെങ്കിൽ ഈ RTOയിൽ അടങ്ങിയിരിക്കുന്ന മൂവർ സംഘമായിട്ടുള്ള ബിജുവും അല്ലെങ്കിൽ മനോജും അല്ലെങ്കിൽ ജോഷിയും ഇവരൊക്കെ എന്താണ് ഇവർ ഇത്രത്തോളം തടഞ്ഞു വെക്കുന്ന ഇത്തരം പെർമിഷനൊക്കെ? ഇവർക്കൊക്കെ മുകളിലാണോ? എപ്പോഴും രാജാവിൻ്റെ മുമ്പിൽ ചെല്ലുന്ന പോലെയാണ് സാധാരണക്കാരന് RTOയുടെ മുന്നിലൊക്കെ ചെല്ലാൻ ഭയങ്കര പേടിയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ധാർഷ്ട്യം കാണിക്കുന്നത്? ഇനി വളരെ വിചിത്രമായ മറ്റൊരു കാഴ്ച കാണിച്ചു തരാം. ഈ വാഹനം കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളെ വ്യക്തിപരമായി തകർക്കുക എന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷനോടുകൂടി തന്നെയാണ് ഈ ഒരു RTO പെരുമാറിയിരിക്കുന്നത്. കാരണം ഈ ഒരു ബസ് പമ്പിൽ ഒതുക്കിയിട്ടിരുന്ന ഒരു ബസ്സാണ്. ഈ ബസ്സിന് നേരെ ഒരു കാര്യവുമില്ലാതെ ഭീമമായൊരു തുക ഈടാക്കിയിരിക്കുന്നു. കാര്യം ചോദിച്ചപ്പോൾ ഒന്നുമില്ല, അറിയില്ല. അത് ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു ബസ്സിൻ്റെ ഉടമയായിട്ടുള്ള അനൂപ് ചന്ദ്രൻ എന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തകർക്കുക, മാനസികമായും ശാരീരികമായും തകർക്കുക എന്നുള്ളൊരൊറ്റ ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ നിന്നൊക്കെ നമുക്ക് വ്യക്തമാവുന്നത്. നമുക്ക് ഒരു വാഹനം കിടന്ന് എത്ര ലക്ഷം രൂപ ചിലവാക്കി, അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് ഉപകാരപ്പെടേണ്ട ഒരു വാഹനമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾക്ക് സർവീസ് എത്തിക്കേണ്ട വാഹനമാണ്, ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ്. എത്ര ലക്ഷം രൂപ ചിലവാക്കിയിട്ടായിരിക്കും അദ്ദേഹം ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഇങ്ങനൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. പക്ഷേ കണ്ടില്ലേ കിടന്ന് തുരുമ്പടിക്കുന്നത്? ഇതിനൊക്കെ ആരോടാണ്, അല്ലെങ്കിൽ ഈ സർക്കാർ വ്യവസായ സൗഹൃദ കേരളത്തിൽ ഈ സർക്കാർ ആരോടാണ് ഇത്തരത്തിൽ പ്രതികാരം ചെയ്തത്? ഒരു പാവപ്പെട്ട മനുഷ്യനോട്. അല്ലെങ്കിൽ ഇത്രയും ഒരു വലിയ സങ്കടം തോന്നുന്നുണ്ട് ഈ ഒരു അവസ്ഥ കണ്ടതിന് ശേഷം. മാത്രമല്ല, ഈ ഒരു വാഹനത്തിനകത്ത് നമ്മൾ ഇത്രയും ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നത് മറ്റൊരു കാരണം കൂടി മാത്രമുണ്ട്. ഇവിടെ മദ്യപാനികൾ, അതുപോലെ സാമൂഹ്യ വിരുദ്ധരും ഒക്കെ തന്നെ കയറി അവരുടെ യഥേഷ്ടം വിഹരിച്ചിട്ട് പോകുന്നൊരു കാഴ്ച കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ വാഹനം, 2 വാഹനങ്ങൾ, അതായത് ഭാരത് ബെൻസിന്റെ ഏറ്റവും പ്രീമിയം വാഹനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വാഹനങ്ങൾ യാത്രക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ, അങ്ങേയറ്റം നല്ല, ഏറ്റവും കംഫർട്ടായ രീതിയിൽ യാത്ര ചെയ്യാൻ വാഹനങ്ങളാണ്. ഈ വാഹനങ്ങൾക്ക് പോലും പെർമിഷൻ കൊടുക്കുന്നില്ലെങ്കിൽ അതെന്ത് നടപടിയാണ് RTOയുടെ ഭാഗത്തു നിന്നുള്ള? വിദ്യാർത്ഥികളുടെ ST എന്ന് പറയുന്നത് ഇനിയും കൂട്ടിയാൽ അത് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഒരു ബാധ്യതയാണ്. നമ്മുടെ സ്വകാര്യ ബസ് എന്ന് പറയുന്നത് സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ ഒരു യാത്രാ മാർഗമാണ്. അത്യാവശ്യം മിഡിൽ ക്ലാസ്സും കൂലിപ്പണിക്കാർ വരെ ഇന്ന് സർക്കാർ ഇതര പ്രൈവറ്റ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ഭീമമായ തുക ബസ് ചാർജ് കൊടുത്തു വിടുമ്പോൾ നമ്മുടെ ബസ്സുകളിൽ വരുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു വിചിത്രമായ ഒരു കാര്യം പറയാം. ഈ ശരിക്കും പറഞ്ഞാൽ അനൂപ് ചന്ദ്രൻ്റെ ഈ വാഹനങ്ങൾ കിടക്കുന്നത് സമീപത്ത് തന്നെ പെട്രോൾ പമ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്വകാര്യ ഭൂമിയിലാണ്. ഈ ഭൂമി, അത് ഇവിടെ കിടക്കുന്ന ഈ വാഹനങ്ങൾ അനുവാദമില്ലാതെ ഇവിടെ നിന്ന് അനൂപ് ചന്ദ്രൻ എടുത്തുകൊണ്ട് പോകുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയം നടത്തുന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ MVD സ്ഥിരമായിട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ MVDയുടെ പാർക്കിംഗ് കാരണം ഈ പെട്രോൾ പമ്പിലേക്ക് ആളുകൾ എത്തുന്നില്ല. പെട്രോൾ പമ്പിൻ്റെ ഉടമയ്ക്ക് അത് അസൗകര്യം ഉണ്ടാക്കുന്നു. അത്തരത്തിലൊരു മനുഷ്യനെ പൂർണ്ണമായിട്ടും തകർക്കാൻ ശ്രമിക്കുന്ന RTOയുടെയും അതോടൊപ്പം തന്നെ TC സ്ക്വാഡിൻ്റെയും നിലപാടുകൾക്കെതിരെയാണ് ശരിക്കും പറഞ്ഞാൽ ശക്തമായി ഞങ്ങൾ ഈ വാർത്ത മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഒരു മനുഷ്യനെ വ്യവസായ സംരംഭക അല്ലെങ്കിൽ വ്യവസായ സൗഹൃദ
കേരളം എന്നുള്ള വലിയൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ വലിയൊരു സംരംഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിലെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്കാണ് ഞങ്ങൾ ഇത് എത്തിക്കുന്നത്. കാരണം ഒരു മനുഷ്യനെ ഇല്ലാതാക്കി അവൻ്റെ നാശം കാണുക എന്നത് മാത്രമാണ് ഇവിടുത്തെ RTO ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നും ബോധ്യപ്പെടുന്നത്. ഏതായാലും ഞങ്ങൾ സർക്കാരിലേക്കും അധികാരികളിലേക്കും ഈ വീഡിയോ ഞങ്ങൾ ഷെയർ ചെയ്യുന്നു. പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. ഈ അനൂപ് ചന്ദ്രൻ എന്ന വ്യക്തിയെ മരണത്തിലേക്ക് തള്ളിവിടാതിരിക്കും.